ഹായ് പ്യാരെ വെച്ചോ സാറാണ് എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നമ്മുടെ ക്രിസ്മസ് പരീക്ഷയൊക്കെ വന്ന വിവരം എൻ്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ടാകും. നിങ്ങളൊക്കെ വളരെയധികം സന്തോഷത്തിലാണ്. ഡിസംബർ 15-നാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പരീക്ഷ നേരിടണം. എല്ലാ മക്കളും അടിപൊളിയായിട്ടിരിക്കുക. നമുക്ക് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിന്ദിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യവുമായിട്ടാണ് സാർ ഇന്ന് എത്തിയിട്ടുള്ളത്. എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഈ ഒരു ആക്ടിവിറ്റിയുടെ മാർക്ക് മുഴുവനായിട്ട് നേടുക എന്നുള്ളതാണ് എൻ്റെ മക്കൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? എന്താണ് നമുക്ക് തന്നിട്ടുള്ള ചോദ്യം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. വൈസ്രോയ് ഭവൻ മേ മൗണ്ട് ബാറ്റൻ और गांधी के बीच का संभवित बातचीत तैयार करे. വൈസ്രോയ് ഭവനിൽ വെച്ച് മൗണ്ട് ബാറ്റനും അതേപോലെ ഗാന്ധിജിയും തമ്മിലുള്ള നടക്കാൻ സാധ്യതയുള്ള ബാത്ചീത്ത് അഥവാ സംഭാഷണം അല്ലെ, നടക്കാൻ സാധ്യതയുള്ള സംഭാഷണം, അവർ തമ്മിൽ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാകും എന്നുള്ള സംഭാഷണം നിങ്ങളോട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഇത്തരത്തിൽ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ സാറേ സംഭാഷണമാണല്ലോ, ഭയങ്കര പ്രയാസമാണല്ലോ. ഒരു പ്രയാസമില്ല മക്കളെ, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു സംഭാഷണമായിട്ടാണ് സാർ എത്തിയിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് നോക്കാം. മൗണ്ട് ബാറ്റൻ ആയിക്കോട്ടെ ആദ്യം ചോദിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും നമുക്ക് ചോദിക്കാൻ പറ്റുക? അപ്പൊ ഏതൊരാളെ ഇപ്പൊ നമ്മുടെ സുഹൃത്തിനെ കാണണമെങ്കിൽ ആരെ കാണാണെങ്കിലും സംഭാഷണം നമുക്ക് എന്ത് പറയാം? നമസ്തേ, നമസ്കാരം അല്ലെ. അപ്പൊ മൗണ്ട് ബാറ്റൻ പറയുന്നു നമസ്തേ. ഗാന്ധിജി പറയാണ്, എന്താ പറയുന്നത്? ഗാന്ധിജി നമസ്തേ എന്ന് എന്ത് ചെയ്യാണ്? തിരിച്ചു പറയാണ് അല്ലെ. അപ്പൊ മൗണ്ട് ബാറ്റൻ പറഞ്ഞതൊന്നും ഗാന്ധിജി പറഞ്ഞത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് മൗണ്ട് ബാറ്റൻ വീണ്ടും പറയാണ്. എന്താ പറയേണ്ടത്? ആയിയേ ഓർ ബൈഠിയേ. ആയിയേ വരൂ, വന്നാലും, ബൈഠിയേ ഇരുന്നാലും എന്ന് പറയാണ്. അപ്പൊ ഗാന്ധിജി എന്ത് പറയാം തിരിച്ച്? ടീക്ക് ഹേ അല്ലെ, ശരി, വന്നാലും ഇരുന്നാലും എന്ന് പറഞ്ഞപ്പോൾ ശരി, ഒരാള് നമ്മൾ എന്ത് ചെയ്യാണ്? വെൽക്കം ചെയ്യാണ്. നമ്മുടെ വീട്ടിലേക്ക് വന്ന് അങ്ങനെ വെൽക്കം ചെയ്യുകയാണെങ്കിൽ അല്ലെ, വരൂ ഇരിക്കൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അവർ തിരിച്ചെന്ന് പറയും ശരി അല്ലെ, കയറാം. അത് നമ്മൾ എന്ത് ചെയ്താൽ മനസ്സിൽ വെച്ചാൽ മതി. അപ്പൊ ഇത് നമുക്ക് മറക്കാൻ ഒരു രീതിയിലും നമുക്ക് സാധ്യതയില്ല. നിങ്ങൾ സെറ്റായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് നോക്കാം. മൗണ്ട് ബാറ്റൻ ആപ് കേസേ ഹേ അല്ലെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അല്ലെ, നമ്മൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് ചോദിക്കും അല്ലെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. അപ്പൊ ഗാന്ധിജി ഇവിടെ പറയാണ് ടീക്കും അല്ലെ, ഹാപ്പി അല്ലെ, ടീക്കും ശരി, ഓക്കെ ആണ് അല്ലെ. ഇതിനെന്താ പറഞ്ഞത്? സർദി ലഗ് രഹി ഹേ അല്ലെ, തണുപ്പ് വരുന്നുണ്ട്, സർദി വരുന്നുണ്ട്. സർദി എന്ന് പറഞ്ഞാൽ ഛർദിക്കലല്ല അല്ലെ, സർദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പാണ് അല്ലെ. അപ്പൊ തണുപ്പ് വരുന്നുണ്ട്. ഇനി പറയാ എന്താ ഗാന്ധിജി അതിന്റെ കൂടുതൽ പറഞ്ഞത്? നമ്മുടെ പാഠഭാഗം നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. പ്ലീസ് കൂളർ ബന്ദ് കർ ദീജിയേ അല്ലെ, സർദിയാണ്, ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ? പ്ലീസ് അല്ലെ, തമിഴോട് പറയാം കൂളർ എന്ത് ചെയ്യണം? ബന്ദ് കർ രഹേ എന്ന് പറഞ്ഞാൽ എന്താ? ബന്ദ് കർ ദീജിയേ എന്ന് പറഞ്ഞാൽ എന്താ? കൂളർ എന്ത് ചെയ്യുക? ബന്ദ് ചെയ്യുക അല്ലെ. അപ്പൊ നമ്മളൊരാളെ ഒരാളെ ബന്ധാക്കുക എന്ന് പറഞ്ഞാൽ അയാളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ നിർത്തുക. അപ്പൊ ഇവിടെ ബന്ധാക്കുക എന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? കൂളർ എന്ത് ചെയ്യണം? ഓഫ് ചെയ്യണം അല്ലെ. കൂളർ എന്ത് ചെയ്യണം? ഓഫ് ചെയ്താലും അല്ലെ പറയാ, ഓഫ് ചെയ്യൂ എന്ന് പറയാ. അപ്പൊ അങ്ങോട്ട് കയറിയപ്പോ ആ കൂളറിന്റെ തണുപ്പ് വളരെയധികം കൂടുതലായിട്ടുണ്ട്. അതാണ് സർദി ലഗ് രഹി ഹേ അല്ലെ, വളരെയധികം തണുപ്പാണ് എന്ന് പറയാനുള്ള കാരണം അല്ലെ. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണ് എന്റെ മക്കൾക്ക് എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കിയേ, മൗണ്ട് ബാറ്റൻ പറയാ ഹാ ടീക്ക് ഹേ അല്ലെ, എന്തായാലും മറുപടി തന്നെ അതെ, ശരിയാണ്, ശരി, ഓക്കെ. ആപ് ക്യോം ഉദാസ് ലഗ് രഹേ, കൂളറൊക്കെ ഓഫ് ചെയ്യുക. താങ്കൾ ക്യോം ഉദാസ് ലഗ് രഹേ അല്ലെ. ഉദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥനാകുക. താങ്കൾ എന്തുകൊണ്ടാണ് ഉദാസ് ലഗ് രഹേ എന്ന് പറഞ്ഞാൽ ഉദാസ് ലഗ് രഹേ, താങ്കൾ എന്തുകൊണ്ടാണ് അസ്വസ്ഥനായിരിക്കുന്നത്? അപ്പൊ ഗാന്ധിജി പറയാ മേരി ഘടി ചോരി ഹുയി അല്ലെ, എന്റെ ഗഡി, എന്റെ വാച്ച് എന്ത് ചെയ്തു? ചോരി ഹുയി അല്ലെ, എന്റെ വാച്ച് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. എന്റെ വാച്ച് എന്തായത്? നഷ്ടപ്പെട്ടു അല്ലെ. ഘടി എന്ന് പറഞ്ഞാൽ വാച്ചാണ് അല്ലെ. മേരി എന്റെ, അപ്പൊ എന്റെ വാച്ച് എന്താ അവിടെ ആയത്? എന്റെ വാച്ച് നഷ്ടപ്പെട്ടു. അപ്പൊ ഒരാളുടെ സാധനം നഷ്ടപ്പെട്ടു നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യൂ? കബ് അല്ലെ, നമ്മൾ ചോദിക്കും എപ്പോ അല്ലെ, എപ്പോഴാണ് സംഭവിച്ചത്? അതേപോലെ ഇവിടെ മൗണ്ട് ബാറ്റൻ ചോദിക്കാണ് കബേ അല്ലെ. കബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എപ്പോൾ അല്ലെ, എപ്പോൾ. അപ്പൊ എന്റെ മക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പം കബ്, കഹാം, കേസേ അല്ലെ, കോൻ, കോൻ ഇതൊക്കെ എന്റെ മക്കൾ മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? യെസ്. എന്നിട്ട് നോക്കിക്കോ, ഗാന്ധിജി പറയാ റെയിൽ ഗാഡിമേ. എപ്പോഴെന്ന് ചോദിച്ചപ്പോ റെയിൽ ഗാഡി. എന്താ റെയിൽ ഗാഡി? റെയിൽ ഗാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കൾക്കറിയാം ട്രെയിനാണ് അല്ലെ. റെയിൽ ഗാഡിമേ എവിടുന്നാ നഷ്ടപ്പെട്ടത്? ട്രെയിനിൽ വെച്ച്. ഇനി പറയുന്നുണ്ട് എന്തേ? പുരാനീതി. അതെന്താ പുരാനീതി? പഴയതാണ്. പഴയതാന്ന് വിചാരിച്ച് എന്താ പറഞ്ഞത്? മേരി പ്യാരിതി, പഴയതാണ്, പക്ഷെ എന്റെ മേരി പ്യാരി എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രിയപ്പെട്ടതുമാണ്. അത് പഴയതുമാണ്, അതേപോലെ പ്രിയപ്പെട്ടതുമാണ്.
ഇനി മൗണ്ട് ബാറ്റൻ പറയാണ് ഹം ഇസ്കെ ബാരേ മേ ചാഞ്ച് കരേ അല്ലേ, എന്താ പറഞ്ഞത്, നമ്മൾ ഇതിനെ കുറിച്ച് എന്ത് ചെയ്യാം, അന്വേഷിക്കാം. ചാഞ്ച് കരേ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക എന്നാണ്, അന്വേഷിക്കാം. ഹം ഇസ്കെ ഞങ്ങൾ, ഇസ്കെ ഇതിനെ കുറിച്ച്, ഇസ്കെ ബാരേ മേ ഇതിനെ കുറിച്ച്, അതായത് വാച്ച് കളവ് പോയതിനെ കുറിച്ച് ചാഞ്ച് കരേ അന്വേഷിക്കാം എന്ന് പറയാം. അപ്പൊ ഗാന്ധിജി പറയാം ടീക്ക് ഹേ, ശരി അല്ലെ, ഒരു ആശ്വാസമായി. ഇപ്പൊ എന്റെ എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സാധനം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അതുമായി അന്വേഷിക്കുമ്പോൾ ഞങ്ങളും കൂടി അന്വേഷിക്കാം, അല്ലെങ്കിൽ ഞങ്ങളും കൂടി സഹായിക്കാം ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ആശ്വാസമാണല്ലോ. അതേപോലെ ഇവിടെ പറഞ്ഞു. അപ്പൊ ഗാന്ധിജി ടീക്ക് ഹേ എന്ന് പറഞ്ഞു. മൗണ്ട് ബാറ്റൻ പറയാണ് ക്യാ ഹം ദാവത് ബർ ബൈറ്റേങ്ക, എന്താ പറഞ്ഞത് ഭക്ഷണം, നമ്മളെന്താ എന്നാ നമ്മൾ എന്ത് ചെയ്താലോ, ദാവത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യട്ടെ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നാലോ, നമ്മളെന്താ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നാലോ അല്ലെ, ക്യാ ഹം ദാവത് ബർ ബൈറ്റേങ്ക, നമ്മളെന്നാല് എല്ലാവരും കൂടി എന്ത് ചെയ്യാം, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നാലോ. അപ്പൊ ഗാന്ധിജി പറഞ്ഞത് എന്താ, ഗാന്ധിജി എന്തായാലും മറുപടി പറഞ്ഞത് ഇത്തരത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഗാന്ധിജി പറയാണ് ആപ് ലീജിയെ, നിങ്ങൾ കഴിച്ചോളൂ. എന്നിട്ടാ പറഞ്ഞേ മേം അപ്ന നാശ്ത സാദ് ലായാഹും അല്ലേ, ഞാൻ എൻ്റെ ലഘുഭക്ഷണം, ഞാൻ കഴിക്കുന്ന ലഘുഭക്ഷണം എന്താ ചെയ്തത്, സാദ് ലായാഹും അല്ലേ, ഞാൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാണ് അല്ലേ. അപ്പൊ ഇത് ഈ പാഠഭാഗങ്ങളൊക്കെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ പാഠഭാഗത്തിൽ മനോഹരമായിട്ട് പഠിച്ചതാണ്. സിമ്പിളാണ്. ഇതിൽ നിങ്ങൾക്ക് പ്രയാസമുള്ള വാക്കുകളൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു 2-3 തവണ വായിക്കുകയും മാഷി പറഞ്ഞ കാര്യങ്ങളൊന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് സ്റ്റോർ ചെയ്താൽ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് 100% എന്ത് ചെയ്യാൻ കഴിയും, എഴുതാൻ കഴിയും. കാരണം നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംഭാഷണം തന്നെയാണിത്. അപ്പം ഏറ്റവും മനോഹരമായിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് നേടാൻ പറ്റിയ ഒരു ചോദ്യം തന്നെയാണ് ഇത്. പരീക്ഷയിൽ നമുക്ക് ചോദിക്കാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. എൻ്റെ മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇത് പഠിച്ചു പോകുക, നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടും. നിങ്ങൾക്ക് പ്രയാസപ്പെട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല, സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനി നിങ്ങൾക്ക് വേറെ അഡീഷണൽ ആയിട്ട് പരീക്ഷയുമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണ് ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. അനുസാർ എന്ത് ചെയ്യുക, വീഡിയോക്കായിട്ട് നമ്മുടെ പരീക്ഷയോടനുബന്ധിച്ച് അനുസാർ വീണ്ടും വരും. അപ്പം എല്ലാ മക്കളും അടിപൊളിയായിട്ട് പഠിക്കണം. വിഷ് യു ഓൾ ദ വെരി 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 ബെസ്റ്റ്. അഗ്ലാ വീഡിയോ മേ അനുസാർ ഫിർ മിലേഗാ. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.